പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കേവർക്കും ഫുഡ് ആൻഡ് ട്രാവൽ ബൈ കരിച്ചാറിൻ്റെ ആദർശയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നല്ല വറുത്തരച്ച നാടൻ കോഴിക്കറിയാണ്. ഇവിടെ ഒരു വലിയ നാടൻ പൂവൻ കോഴി നല്ല കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. നല്ല ടേസ്റ്റുള്ള രീതിയിലാണ് നാടൻ കോഴി വറുത്തരച്ച് വെക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കഴുകിയെടുത്ത് വെച്ചതിന് ശേഷം ഇവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് 2 ടേബിൾ സ്പൂൺ, തക്കാളി 2 അരിഞ്ഞത്, സവാള 3 നീളത്തിലരിഞ്ഞത്, 3 തൊണ്ടൻ മുളക്, 10 അല്ലി ചെറിയ ഉള്ളി, പിന്നെ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ നാടൻ കോഴി. ഇത് നമുക്ക് വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൊടിയെടുക്കാം. മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ. നമുക്ക് പച്ചമല്ലിയും വറ്റൽമുളകും ഇതുപോലെ അരച്ചെടുക്കാം. നമുക്കതില്ലാത്തത് കൊണ്ടാണ് പൊടിയിട്ട് അരയ്ക്കുന്നത്. ഇനി മുളക് പൊടി 2.5 ടേബിൾ സ്പൂൺ. കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായി ഒന്ന് യോജിപ്പിക്കാം. ഇതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വറ്റൽമുളകും മല്ലിയും ഒക്കെ നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് ഗ്രാമ്പു, പട്ട, ഏലയ്ക്ക, ബേ ലീഫ്, കുറച്ച് പെരുംജീരകം, കുറച്ച് കുരുമുളക്, ഇത് എല്ലാം കൂടി നമുക്കിട്ട് വറുത്തെടുക്കണം. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ തന്നെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ, പിന്നീട് വെക്കണ്ട. ഇനി നമുക്ക് നന്നായി ഇത് ഒരു ചട്ടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. എപ്പോഴും നാടൻ കോഴി വറുത്തരച്ച് വെക്കുന്നതിനാണ് ഒരു പ്രത്യേക ടേസ്റ്റ്. ഇനി നമുക്ക് വറുത്ത പൊടി ഒന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളമൊഴിച്ച് നല്ലതുപോലെ നമുക്ക് പൊടിച്ചെടുക്കണം. ഇനി നല്ലതുപോലെ നമുക്കൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുക്കാം. ഇതുപോലെ നല്ലതുപോലെ അരച്ച് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു കുക്കർ അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് സവാള വഴണ്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് കൂടി ചേർത്ത് അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചിരിക്കുന്ന 10 അല്ലി ചെറിയ ഉള്ളി, അത് നമ്മൾ ചതയ്ക്കുകയോ മുറിക്കുകയോ വേണ്ട, ഇട്ട് കൊടുത്ത് കറിവേപ്പില കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച പേസ്റ്റ്, 2 തക്കാളി, തൊണ്ടമുളക്, ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റി എടുക്കാം. ഇപ്പോൾ പച്ചമണം മാറി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരച്ച് വച്ചിരിക്കുന്ന വറുത്ത് പൊടിച്ച് അരച്ച ആ പേസ്റ്റ് ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് ഇളക്കി ഒരു 2-3 മിനിറ്റ് വഴറ്റിയെടുക്കാം. ആ വെള്ളത്തിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റി എടുത്തതിന് ശേഷം അതിലേക്ക് ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാടൻ കോഴി കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നന്നായി നമുക്കൊന്ന് ഇളക്കി ആ അരപ്പൊക്കെ ചിക്കനിലേക്ക് പിടിക്കുന്നതിന് വേണ്ടി ഒന്ന് യോജിപ്പിക്കാം. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്, മൂക്ക് തുളച്ച് കയറുന്നൊരു മണം.
അതിലേക്ക് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകിയ ആ വെള്ളം കൂടി ഒന്ന് ഒഴിച്ച് ഒന്ന് ഇളക്കി നന്നായി യോജിപ്പിച്ചതിന് ശേഷം നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. ഉപ്പ് ചേർക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സവാള വഴറ്റിയപ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ചേർക്കുക. ഇനി നമുക്ക് കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്ത് മൂടി വെച്ച് നാടൻ കോഴി വേവാൻ എത്ര വിസിലാണോ വേണ്ടത് അത് വേവിക്കാം. ഞാനിവിടെ 3 വിസിൽ വേവിച്ച് അത് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ ഏറെ പോയതിനു ശേഷമാണ് തുറന്നത്. നല്ല നാടൻ വറുത്തരച്ച കോഴിക്കറി ഇവിടെ റെഡിയായിട്ടുണ്ട്. നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തിരിക്കണം. അപ്പോൾ നല്ല വറുത്തരച്ച കോഴിക്കറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ നെയ്ച്ചോറിൻ്റെ കൂടെയോ നമ്മുടെ നാസ്തയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ്. അപ്പോൾ നാടൻ കഴി ഇനി വാങ്ങിക്കുമ്പോൾ ഇതുപോലെ വറുത്തരച്ച് വെച്ച് നോക്കുക. നല്ല ഒരു ടേസ്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.